ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടിപ്സ് പറയാനുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ചില ദിവസങ്ങളിൽ ദോശയ്ക്ക് വെള്ളത്തിലിടാനായിട്ട് അരയ്ക്കാനായിട്ട് ഉഴുന്നുണ്ടായെന്ന് വരില്ല. അപ്പോൾ അതൊരു പ്രശ്നമില്ല. അത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് അടിപൊളിയായിട്ട് ഉഴുന്നില്ലാതെ എങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പുട്ടിനാണെങ്കിൽ ചിലപ്പോൾ അരിപ്പൊടി ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് എങ്ങനെ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് നന്നായി മൊരിഞ്ഞ് അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. അതാണ് നമുക്ക് ഇഷ്ടം. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന നമ്മുടെ മസാല ദോശ നല്ല ബ്രൗൺ കളറായിരിക്കും, അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അതുപോലെ കിട്ടാനായിട്ട് ഞാനൊരു ടിപ്പ് പറയാം. കുറച്ച് കടലമാവ് നമ്മുടെ ദോശമാവിൽ ഇട്ട് കൊടുക്കുക. 1 സ്പൂണോ 1.5 സ്പൂണോ കടലമാവ് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് റവ, 1/2 സ്പൂണോളം റവ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മസാല ദോശ ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിരിക്കും, അതുമല്ല നല്ല ബ്രൗൺ കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുപോലെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ചെയ്യുന്ന കണ്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞതാണ് കടലമാവും റവയാണ്. അപ്പോൾ അതിലൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അടുത്തായിട്ട് കുറേ കമൻറ്റായി പറയണോ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി പറയാൻ പറഞ്ഞിട്ട്. അതായത് പെർഫെക്റ്റ് ആവും വേണം, എന്നാൽ അധികം ബുദ്ധിമുട്ടാനും പാടില്ല. അങ്ങനെ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി കൂടി പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊന്നിരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പൊന്നിരി. അത് 1 കപ്പ്. അതേ 1 കപ്പ് തന്നെ നമുക്ക് പച്ചരി, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചരി. അതേ 1 കപ്പ് തന്നെ ഉഴുന്ന് മറ്റൊരു പാത്രത്തിലായിട്ട് നമുക്ക് കുതിർത്താനായി ഇടണം. നന്നായി കഴുകി വൃത്തിയാക്കി 2 അരിയും കൂടി ഒരു ബൗളിൽ വെള്ളത്തിലിട്ട് വെക്കുക. അതുപോലെ തന്നെ ഉഴുന്ന് മറ്റൊരു ബൗളിലും വെള്ളത്തിലിട്ട് വെക്കുക. അത്യാവശ്യം വെള്ളം ഉഴുന്നിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതൊരു 2 മണിക്ക് കുതിർത്താനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഉഴുന്നാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഉഴുന്നിൽ അതേ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നന്നായി ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. ഉഴുന്ന് അരച്ച അതേ മിക്സിയുടെ ജാറിൽ, അത് കഴുകുമൊന്നും വേണ്ട, അതേ ജാറിൽ നമ്മൾ അരി അരച്ചെടുക്കണം. അപ്പോൾ 2 സെക്ഷൻ ഉഴുന്ന് അരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ ജാറിൽ തന്നെ നമ്മൾ അരിയും കൂടെ അരച്ചെടുക്കുക. അതായത് പൊന്നിരിയും അതുപോലെ തന്നെ പച്ചരിയും വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടില്ല, അതും കൂടെ നന്നായി അരച്ചെടുക്കുക. പൊന്നിരി പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അരച്ചെടുക്കണം. അതായത് മിക്സിയുടെ ജാറിൽ അധികം ചൂടാവാനായിട്ട് പാടില്ല, മാവ് അധികം ചൂടാവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം എടുക്കുമ്പോഴേക്കും മാവ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മാവ് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി വെളിച്ചെണ്ണ പറ്റിയിട്ടുള്ള ഇഡ്ഡലിത്തട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നന്നായി പൊന്തി വരും കേട്ടോ. ഇനി അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അളവ് പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലിയുടെ. അപ്പോൾ ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ഉഴുന്നില്ല എങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാതിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു വസ്തു മതി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് പരിപ്പാണ് വേണ്ടത്. കണ്ടില്ലേ, നമ്മൾ സാധാരണ വീട്ടിൽ സാമ്പാർ പരിപ്പില്ലേ, അത് തന്നെ 1/2 ഗ്ലാസ് പരിപ്പ്, അതും കൂടെ ഞാൻ പച്ചരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് പച്ചരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഉലുവ 1 സ്പൂൺ ഉലുവ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. ഏകദേശം നമ്മൾ ഉഴുന്നും അതുപോലെ അരിയും കുതിർത്താനായി വെക്കുന്ന സമയമില്ല, ഏകദേശം ഒരു 4-5 മണിക്കൂർ നന്നായി ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഇനിയിപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ആ വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കണം. നമ്മൾ അളവിനായിട്ട് ഉപയോഗിച്ച ഗ്ലാസ്സില്ലേ, അതുകൊണ്ട് 1/2 ഗ്ലാസ് ചോറും കൂടെ ചേർക്കുക. ഒപ്പം തന്നെ കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ചേർക്കുക. തേങ്ങ നിർബന്ധമില്ല, പക്ഷേ തേങ്ങ ഇട്ട് കഴിഞ്ഞാലായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയ്ക്ക്. ആ തേങ്ങയും കൂടി 3ഉം കൂടെ നന്നായി അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിനെല്ലാം കൂടി നന്നായി ഒന്ന് കലക്കി വെക്കുക. സാധാരണ നേരം വെളുക്കുമ്പോഴേക്കും അത് നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല കട്ടിയുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നല്ല പരിപ്പും അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പോൾ കുറച്ച് നേരം ഉണ്ടാക്കി വെച്ചാലും കുറച്ച് നേരം അത് ക്രിസ്പിയായി തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉഴുന്നില്ല വിചാരിച്ച് ദോശ ഉണ്ടാക്കാതിരിക്കേണ്ട. അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടുത്തതായിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കാം. പുട്ടുപൊടി ഇല്ല,
കാലത്ത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കണം. സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി ആണെങ്കിൽ അത്രയും ടേസ്റ്റ്. അപ്പോൾ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പുട്ടുപൊടി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നും കൂടി പറയാം. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്ന് തന്നെയാണ്. അപ്പോൾ 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി 2-3 വട്ടം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്ന് തിളയ്ക്കുന്ന ഒരു പാത്രത്തിൻ്റെ മേലെ, വെള്ളത്തിൻ്റെ മേലെ ഇതുപോലെ വെക്കുക. അപ്പോൾ നന്നായി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു 4 മിനിറ്റ് മാത്രം നമുക്കിത് സ്റ്റീം ചെയ്താൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി 4 മിനിറ്റിന് ശേഷം ഇത് താഴത്തേക്ക് ഇറക്കി വെക്കുക. ആ ചൂടുവെള്ളത്തിന് മേലെ തന്നെ വെക്കരുത്, അപ്പം നന്നായി വെന്ത് പോകും. ഒരു 4 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് ആവി കയറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രം ഇത് തുറന്ന് ഒന്ന് ചൂടാറാൻ വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ചൊന്ന് തരിയോടെ പൊടിച്ച് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് നന്നായി ഇതുപോലെ ഫൈനായി പൊടിച്ചെടുക്കുക. ഇതിന് ശേഷം രണ്ടും കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു പാനിലിട്ടിട്ട് നന്നായി ഒരു 4-5 മിനിറ്റ് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക, വെള്ളവും ചേർക്കുക. വെള്ളം നന്നായി ഒന്ന് ചേർക്കണം. സാധാരണ പച്ചവെള്ളം തന്നെ. 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ ഏകദേശം 1/4 ഗ്ലാസോളം വെള്ളം തന്നെ ചേർക്കണം. അത്യാവശ്യം വെള്ളം വലിച്ചെടുക്കും ഈ പൊടി. ഇനിയിപ്പോൾ നന്നായി അടച്ച് വെക്കുക. ആവശ്യത്തിനുള്ള തേങ്ങ എന്താണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചാറി കൊടുക്കണം, കാരണം നന്നായി വെള്ളം വലിച്ചെടുക്കും ഇത് പൊടി കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡിയാവും. അപ്പോൾ നമ്മൾ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി അതേ ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് പുട്ടുപൊടിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പത്തിരി. നമുക്ക് പത്തിരി പരത്താനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം, കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഈ പൊടി അതിലേക്ക് മൊത്തമായി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ സമയം തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പൊടിയെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് വരുന്ന രീതി വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാവും. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് നമുക്ക് നല്ല ജീരകവും അതുപോലെ തന്നെ ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചിരകിയെടുത്തതും ആവശ്യമുണ്ട്. 1/2 മുറിയോളം തേങ്ങ അതും കൂടി ചിരകിയെടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ചൂടോടെ തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് പരത്തിയെടുക്കാനോ പ്രസ്സോ ഒന്നും എടുക്കാനായിട്ട് നിൽക്കേണ്ട. കുറച്ച് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അപ്പോൾ അതൊരു നാടൻ പലഹാരമല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ തന്നെ കിട്ടുള്ളൂ. ഇനി കൈയിൻ്റെ 2 ഭാഗത്തുമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഒരു ചെറിയ ബോൾ ഉണ്ടാക്കിയെടുക്കുക. കണ്ട ഇതുപോലെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഉടനെ തന്നെ നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അത്ര സമയമൊന്നും വേണ്ട. വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് എത്രയാണോ ഒഴിച്ചത് അത്ര തന്നെ കറക്റ്റ് നമ്മൾ ഈ ചട്ടിയിലുണ്ടാവും. അത്രയും എണ്ണയൊന്നും കുടിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ 2 കൈവിലും ഒന്ന് തടവി കൊടുക്കുക. ഇനിയിപ്പോൾ ചെറിയ ഒരു ബോൾ എടുക്കുക. എന്നിട്ട് കൈയുടെ നടുഭാഗത്ത് വെച്ചിട്ട് ഈ ബോൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഈസിയാണ്. എണ്ണയിൽ പൊരിച്ച കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എണ്ണയിൽ പൊരിച്ച പത്തിരിയുടെ ടേസ്റ്റ്. ഒപ്പം ചിക്കൻ കറി ആണെങ്കിൽ പിന്നെ പറയണ്ട. അതല്ലേ, ഇതുപോലെ പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പത്തിരി പരത്താൻ അറിയില്ല, റൊട്ടി പോലെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള പത്തിരി കിട്ടും. പൊരിച്ച പത്തിരി ആണെങ്കിൽ പിന്നെ പറയണ്ട, അതിൻ്റെ ടേസ്റ്റ്. ഒപ്പം കോഴിക്കറി ആണെങ്കിൽ പിന്നെ പറയണ്ട, വളരെ ടേസ്റ്റ് ആവും. അടുത്തതായിട്ട് നമ്മുടെ പ്രസ് പത്തിരി. ഇപ്പോഴും എന്നോട് കുറേ കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിനി ടെൻഷൻ ആവണ്ട. കറക്റ്റ് അളവ് ഞാൻ പറയുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇനി ആ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നന്നായി അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പൊടി മൊത്തമായി അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. അതായത് കുറേശ്ശെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. മൊത്തമായി ഒന്ന് ചെരിഞ്ഞ് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് പാടില്ല, കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്ടകത്തിൻ്റെ ഒപ്പം തന്നെ പൊടി വരും. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് അതേ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 4 മിനിറ്റോളം ഏകദേശം ഇത് അടച്ച് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും. അധിക നേരം നമ്മളെ കൈ പൊള്ളാതെ നമുക്ക് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു 4 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. കൂടുതൽ ടൈമായിട്ട് അടച്ച് വെച്ചാലായിട്ട് ഇതിൽ നന്നായി ആവി വെള്ളം വീഴും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ പൊടി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ കുറേ കുട്ടികളായി എന്നോട് സംശയം ചോദിക്കുന്നത്, ഇതുപോലെ പ്രസ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രസ് നോക്കി വാങ്ങിക്കുക എന്നുള്ളത്.
അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഹോം അപ്ലയൻസിൽ നിന്നാണ്. കണ്ടില്ലേ, നല്ല വെയിറ്റ് ഉണ്ടാവും. ഒപ്പം തന്നെ അതിൻ്റെ ഉൾഭാഗം നല്ല എന്താ പറയുക, ഒരു ടൈലിൻ്റെ പോലെ ഒരു മോഡൽ ഉണ്ടാവും. സാധാരണ നമുക്ക് സ്റ്റീലിൻ്റെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിക്കരുത്, ഇരുമ്പിൻ്റെ തന്നെ വാങ്ങിക്കണം. നല്ല കനമുള്ളത് നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ പ്രസ്സുള്ളത് ഓരോ ബോൾസ് വെച്ചിട്ട് പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ പത്തിരി ഇട്ട് ഉടനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടണം, ഒന്ന് ചൂട് വരുമ്പോൾ കേട്ടോ. എന്നിട്ട് അതിൽ കുമിളകൾ വരുമ്പോൾ, പത്തിരിയിലെ കുമിളകൾ വരുമ്പോൾ മറിച്ചിട്ടാലായിട്ട് പെട്ടെന്ന് ഇത് പൊള്ളച്ച് വരും. കണ്ടില്ല, അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് പൊടി വാട്ടി കുഴയ്ക്കുക. അതുപോലെ തന്നെ കറക്റ്റ് പ്രസ് ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പത്തിരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അടുത്ത ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ. ഒരു ഭട്ടൂരയുടെ ടേസ്റ്റൊക്കെയാണ് നമ്മുടെ ഈ പൂരിക്ക് ഉണ്ടാവുക. കുറേ നേരം നമുക്ക് ക്രിസ്പി ആയിട്ട് ഇരിക്കാനും പറ്റും. അതുപോലെ ഒരു പൂരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഈ ഒരു കപ്പ് കൊണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ഒരു കപ്പ് കൊണ്ട് തന്നെ അതിൻ്റെ 1/4 ഭാഗം മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. 1/4 ഭാഗം മൈദ അതും കൂടെ ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് റവ ചേർക്കണം. 1 ടേബിൾ സ്പൂണോളം റവയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. കുറേശ്ശെ ആയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. തിളച്ച വെള്ളം വേണ്ട, കണ്ടില്ലേ, ഇതുപോലെ നന്നായി ഒന്ന് ചൂടായാൽ മതി. ഇനി കുറേശ്ശെ ഒഴിച്ച് നന്നായി ഒന്ന് എല്ലാ ഭാഗവും നനച്ചെടുക്കുക. അവസാനമായിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുത്ത് നമ്മളിത് പ്രസ്സിലാണ് പ്രസ് ചെയ്ത് എടുക്കുന്നത്. അതായത് നമ്മൾ പരത്തി എടുക്കണില്ല. കുറച്ച് എണ്ണ പ്രസ്സിൻ്റെ 2 ഭാഗത്തുമാക്കി ചെറിയ ബോൾസ് ആക്കി വെച്ച് വേഗം തന്നെ നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി വേഗം തന്നെ എടുത്ത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വേഗം തന്നെ നമുക്ക് 2 സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുക. ഇങ്ങനെ പൊങ്ങി വരും, ബോൾ പോലെ വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പൂരി കഴിക്കാനായിട്ട്. ശരിക്കും ഒരു ഭട്ടൂരയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നേരം തന്നെ ക്രിസ്പി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒന്ന് പൂരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുത്തത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ ഒരു റെസിപ്പിയാണ്. ഞാനിത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. നല്ല സോഫ്റ്റാണ്. അതായത് കാലത്തുണ്ടാക്കി വൈകിട്ട് വരെ ഇരുന്നാലും പിറ്റേ ദിവസം ഇരുന്നാലും അത്രയും സോഫ്റ്റ് തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി എടുത്തത് അതിൽ നിന്നും ഒരു 3/4 ഭാഗത്തോളം പാത്രം വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. ഇനി നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റൗമ വെച്ച് കൊടുക്കുക. ഇനി നന്നായി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇല്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1-2 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും, കാരണം നന്നായി ചൂടായിട്ടില്ല എല്ലാതും. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് സാധാരണ പോലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. നല്ല സോഫ്റ്റ് ആയിരിക്കും. എത്ര ടൈം ഇരുന്നാലും ആ സോഫ്റ്റ്നെസ് പോവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴും ചപ്പാത്തി പരത്തുമ്പോൾ കുറച്ച് മൈദ ഇട്ട് പരത്തുന്നതായിരിക്കും നല്ലത്. ഗോതമ്പ് പൊടിയിൽ ഇട്ടാക്കിയാലായിട്ട് കുറച്ച് ഹാർഡ്നെസ് കൂടും. അപ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കുക. വേഗം തന്നെ ചുട്ടെടുക്കുക. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റായി ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.